ദുർമരണങ്ങൾ ഒരു തുടർക്കഥയായ തായ്ലൻഡിലെ ഡെത്ത് ഐലൻഡിന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. തായ്ലൻഡ് കണ്ണുകളെ അമ്പരപ്പിക്കുന്ന കാഴ്ചകളും മനങ്ങൾ കവരുന്ന രാത്രികളുമുള്ള ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി അനുഭവിച്ചിരിക്കേണ്ട ഒരു മായാലോകം, ദ ലാൻഡ് ഓഫ് സ്മൈൽസ്. എന്നാൽ ഇവിടെ ടൂറിസ്റ്റുകളുടെ ദുർമരണം ഒരു സ്ഥിരം കഥയായ ഒരു ചെറിയ പ്രദേശം കൂടിയുണ്ട്, കോത്താവോ. സദേൺ തായ്ലൻഡിലെ വളരെ മനോഹരമായ ഒരു ചെറിയ ദ്വീപാണ് കോത്താവോ. സ്ക്യൂബ ഡൈവിങ്ങിന് വളരെയധികം പേര് കേട്ട ഒരു ഐലൻഡ് കൂടി. ആ ചെറിയ ദ്വീപിലേക്ക് ഈ മാസമാദ്യമാണ് ലോകം മൊത്തം ചുറ്റി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ചെറുപ്പക്കാരനെ പോലെ തന്നെ 21 വയസ്സുകാരനായ റോബി കിൻലൻ എത്തുന്നത്. സ്ക്യൂബ ഡൈവിംഗ് തൻ്റെ ജീവന്റെ ശ്വാസമായി കൊണ്ടുനടന്ന റോബി കോത്താവോയിൽ ഡൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നപ്പോൾ വിധി അവന് വേണ്ടി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. ജനുവരി 9 റോബിക്ക് അവിടുത്തെ ഒരു റിസോർട്ടിൽ വെച്ച് തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. തികച്ചും ആരോഗ്യവാനായിരുന്ന റോബിയെ എങ്ങനെ മരണം കീഴ്പ്പെടുത്തുമെന്ന് എല്ലാവരും ചോദിക്കുമ്പോഴും കോത്താവോ ഐലൻഡിൽ ഇതൊരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നില്ല. കോത്താവോയിലെ ദുർമരണങ്ങളുടെ വാർത്തകൾ പുറം ലോകത്തേക്ക് എത്തിത്തുടങ്ങിയത് 2014 സൈറി ബീച്ചിൽ വെച്ച് കൊല്ലപ്പെട്ട ഡേവിഡ് മില്ലറിന്റെയും ഹാന വിതറിച്ചിന്റെയും വാർത്തയിലൂടെയാണ്. 2014 തൊട്ടിങ്ങോട്ട് ഏകദേശം 10ഓളം ടൂറിസ്റ്റുകൾക്കാണ് കൊലപാതകവും മറ്റു ദുരൂഹമായ സാഹചര്യങ്ങൾ മൂലവും ജീവനുകൾ നഷ്ടപ്പെട്ടത്. ഈ മരണങ്ങളുടെയൊക്കെ പിന്നിൽ ആരുടെയെങ്കിലും കൈകളുണ്ടാവുമോ? ഈ ചോദ്യത്തിന് ഇന്നും വ്യക്തമായ ഒരു ഉത്തരമില്ല. അവിടുത്തെ ചില ആളുകൾ കോത്താവോനെ ശപിക്കപ്പെട്ട ഐലൻഡ് എന്ന് വിളിക്കുമ്പോൾ മറ്റു ചിലർ അവിടുത്തെ ലോക്കൽ തായി മാഫിയയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ മാഫിയകളാണ് അവിടുത്തെ ലോക്കൽ പോലീസ് ഫോഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതെന്നും പറയപ്പെടുന്നു. ഇത്തരം കാര്യങ്ങൾ ഒരു തുടർക്കഥയായിട്ടും ഓരോ വർഷവും കോത്താവോ അതിന്റെ മനോഹാരിത കൊണ്ട് ആകർഷിക്കുന്നത് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെയാണ്. ദ കേഴ്സ്ഡ് ഐൽ ഓഫ് തായ്ലൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?